നമ്മൾ യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നുവെങ്കിൽ വെറുതെ അങ്ങ് പാടിക്കളയാനല്ല, ശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിലേക്ക് വന്ന് വാസം ചെയ്യണമേ. അവിടുത്തെ പ്രവേശിപ്പിക്കാതെ ഇരിക്കുന്നതായ ആ വിഭാഗങ്ങളിലേക്ക് വന്നൊന്ന് വാസം ചെയ്യണമേ. സത്യാത്മാവേ, ഞാൻ നിത്യതയിലെത്തുവോടോ അത് ചെയ്യണമേ. അവിടുത്തെ വാഗ്ദത്തമാണ്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോടും തിരിക്കുക തന്നെ ചെയ്യും. ജീവനൂതുക, ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ കല്ലായുള്ള ഹൃദയങ്ങളെ ഇന്ന് ഒരുക്കിയിടണമേ. ഇന്ന് ഏതെങ്കിലും കാരണത്താൽ കണ്ടുപിടിച്ച ഹൃദയം പോലെ വന്നിരിക്കുന്നെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനെ ഒരുക്കുവാൻ മതിയായതായിട്ടുള്ള മധ്യത്തിലുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിക്കണം. കല്ലായുള്ള ഹൃദയത്തെ ഒരുക്കേണ്ടണമേ. ഹല്ലേലൂയ ഗീതം ധൈര്യത്തോടെ പാടാനായിട്ട് ഒരുക്കിയിടണമേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാം തലകളെ ഉണക്കിയിരിക്കുന്ന വേളയിൽ തന്നെ ആ ഗീതം നമുക്ക് കൊയറിനോട് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പാടാം. അതിൻ്റെ അർത്ഥം ഐ റിയലി മീൻ ഇറ്റ്. ഞാൻ അർത്ഥം മനസ്സിലാക്കും. അതെൻ്റെ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് കുറവുള്ളവരെ നിറയ്ക്കുന്നവനാണല്ലോ. കുറവുള്ളവരെ നിറയ്ക്കുന്നവനായ അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഈ കുറവുള്ള ഞങ്ങളെ ഒന്ന് നിറയ്ക്കുന്നു. ഏതെല്ലാം ഭാഗത്താ കുറവുള്ളതെന്ന് നീ കാണുന്നുണ്ടല്ലോ. അയ്യോ കർത്താവേ, ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭാഗങ്ങൾ അങ്ങേക്ക് തരാതെ മാറ്റി വെച്ചിരിക്കുന്നത് ഇതാ ഇന്ന് സ്വതന്ത്രമായിട്ട് ഞങ്ങളിതാ ഏൽപ്പിച്ചു തരുന്നു. സകലവിധ തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് ഏൽപ്പിച്ചു തരിക കർത്താവേ. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലാണല്ലോ വന്ന് നിൽക്കുന്നത്. ആ വിശുദ്ധ സന്നിധിയിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ ആ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾ വന്നിരുന്ന് നിന്നോട് യാചിക്കുകയാണ്. ഞങ്ങളെ നിറച്ചയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് രൂപപ്പെടുത്തി അയക്കണമേ കർത്താവേ. ജീവനൊന്ന് ഊതണമേ.
കർത്താവേ, ജീവദായക, ഞങ്ങളാകേണ്ടതുപോലെ ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന രീതിയിൽ ഇന്ന് തിരിച്ചു പോകാൻ ഇടയാകല്ലേ കർത്താവേ. ഞങ്ങളുടെ മനസ്സ് അസ്തമിച്ച് ഞങ്ങളുടെ ക്ഷീണിതരായി ഞങ്ങൾ പോകാനല്ല, ഞങ്ങളോ ഉത്തേജിക്കും അങ്ങയുടെ ആത്മാവിനാൽ ഉത്തേജിക്കപ്പെട്ടവരായിട്ട്, ധൈര്യപ്പെട്ടവരായിട്ട്, മനോധൈര്യം അസ്തമിക്കാതെ, കർത്താവെ ക്ഷീണിച്ചും മടുക്കാതെ നിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കാൽവരി യാഗപീഠത്തിലൂടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വിജയത്തിനായി സ്തോത്രം. ആ വിജയം അനുദിനം ഞങ്ങളുടെ അനുഭവമാക്കി തീർക്കണമേ കർത്താവേ. അതിനായിട്ട് അവിടുത്തെ ആത്മാവിന്റെ ശക്തി തരണമേ. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ ഡിമാൻഡിനോട് വേലക്കാരെ അയക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവേ, ജനങ്ങളെ കുറിച്ചുള്ള ഒരു ദർശനം ഞങ്ങൾക്ക് തരണമേ. ആ ദർശനം ഇല്ലാത്തടത്ത് കർത്താവെ ജനം നശിക്കുകയാണല്ലോ. കർത്താവെ, ഇന്നത്തെ ഈ ലോകത്തിൽ ഒരു ദർശനം ഞങ്ങൾക്ക് തന്നയക്കണം കർത്താവേ. അടിയനെ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഇടത്തെങ്കിലും ഞങ്ങൾക്ക് പോയി പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ദുഷ്ടതയെയും ഒക്കെ ഒന്ന് മാറ്റി ഞങ്ങൾക്ക് കർത്താവെ ധൈര്യം തന്ന് ധൈര്യത്തോടുകൂടെ നിന്റെ സാക്ഷികളായിട്ടൊന്ന് ജീവിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. അതിനായിട്ട് ഞങ്ങളുടെ കൺവെൻഷനെ തീർക്കണമേ, ഇന്നത്തെ കൂടിവരവനെ തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. പ്രാർത്ഥനയോടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഗായക സംഘം ഒരു പാട്ട് പാടി നമ്മളെല്ലാവരും സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ചും യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള കൺവെൻഷനുകൾ, ബൈബിൾ സ്റ്റഡികൾ, മറ്റ് പല പ്രവർത്തനങ്ങളും ദൈവമക്കളുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ദൈവമക്കളുടെ പ്രാർത്ഥനയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ 3 വർഷവും വളരെ ശക്തമായ രീതിയിൽ ഈ രാജ്യത്ത് ശ്രേഷ്ഠമേറിയ ദൈവദാസന്മാരെ കൊണ്ടുവന്ന് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് അതിനുവേണ്ടി സഹകരിക്കാം. ഇപ്പോൾ എന്താനന്ദം എനിക്കെന്താനന്ദം എന്നുള്ള പാട്ട്, അത് നമ്മുടെ പാഠ്യപുസ്തകത്തിലുള്ള ഒരു പാട്ടാണ്. നിങ്ങൾ പാഠ്യപുസ്തകം ഒന്ന് വാങ്ങുന്നത് നല്ലതായിരിക്കും. ഇതിന്റെ പ്രവർത്തനത്തിനും അതുപോലെ പഴയ പുതിയ പാട്ടുകൾ പലതും ഉൾപ്പെടുത്തിയിട്ടുള്ള പാട്ടുകളാണ്. അതുകൊണ്ട് അത് വാങ്ങി ഇതിന്റെ പ്രവർത്തനത്തെ സഹായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ഈ പാട്ടിനോട് ചേർന്ന് ഒരു പാട്ടിനോട് ചേർത്താണ് നമ്മളത് പാടുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കൈകളടിച്ച് ആ പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. We are
പ്രാർത്ഥനയ്ക്കായിട്ട് പ്രിയ ബാബുശാനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഞാൻ കൃപ എല്ലാ കാലത്തുമായിട്ടും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നായന്മാരുണ്ടെന്ന് പറയുവാൻ, സങ്കീർത്തനക്കാരനെ പോലെ ചേർന്ന് പറയുവാൻ ദൈവം നമ്മെ ഒരുക്കിയ അവൻ്റെ വൻ കൃപകളെ ഓർത്ത് ആദ്യമായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിമനോഹരമായ ഈ സന്ധ്യാവേളയിൽ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും നല്ല പ്രസംഗങ്ങൾ കേൾക്കുവാനും ദൈവം സഹായിച്ച അവൻ്റെ വൻ കൃപകളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിൽ വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു ഇവിടെ ഒരു കൺവെൻഷൻ ഇങ്ങനെ നടത്തണമെന്ന്. അത് സാധിക്കാതെ പോയി. എങ്കിലും സർവ്വതിലും കൃപാലുവായ ദൈവത്തിൻ്റെ കരുണയും സ്നേഹം കൊണ്ട് ഈ വർഷം ഇങ്ങനെ കൂടുവാൻ സാധിച്ചതിന് ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി കരയറ്റുന്നു. അതുകൂടെ ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രാസംഗികനായിട്ട് വന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് സാമുവൽ സാറിനെ നിങ്ങളുടെ ഏവരുടെയും നാമത്തിലും UCF-ന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. സത്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ലണ്ടൻ പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ പാസ്റ്റർ സാം ജോർജ് അവറുകൾക്കും പ്രയർ ഗാർഡൻ ഗ്രൂപ്പിൻ്റെ പാസ്റ്റർ ജെയിംസ് കോച്ചി അവറുകൾക്കും അതുപോലെ അവരുടെ മറ്റുള്ള എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ചുകൊണ്ട് ഇതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത കുടുംബസഹിതം വന്നു ചേരുവാൻ സാധിച്ചതിലും UCF-ന്റെ നാമത്തിലും ബാസൽ ഏരിയയുടെ നാമത്തിലുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നല്ല നല്ല പാട്ടുകൾ പാടിയ കൊയറിന് വളരെയേറെ ദൂരത്തു നിന്നും ഏതാണ്ട് വളരെ ദൂരത്തു നിന്നാണ് ഇവിടെ വന്നു ചേർന്നത്. പക്ഷേ അല്പസമയം താമസിച്ചു പോയി. എങ്കിലും സാരമില്ല. എല്ലാവിധമായ കൊഴുപ്പോടും തൃപ്തിയോടും അവരെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുവാൻ സഹായിച്ച കൊയറിനോടുള്ള നന്ദിയും UCF-ന്റെ നാമത്തിലും ബാസൽ ഏരിയയുടെ നാമത്തിലും പ്രത്യേകമായിട്ട് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ നമുക്ക് ഈ ഹോള് തന്ന കെവിൻ എന്ന മാനേജരോടും അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച മിസ്റ്റർ ബിനോ അഗസ്റ്റിനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. ഇതിനെ അഡ്വർടൈസ് ചെയ്ത ബ്രിട്ടീഷ് കൈരളി ഓൺലൈൻ പേപ്പറിൻ്റെ എഡിറ്ററായ സിറിനോടും അതുപോലെ കേരള ലിങ്ക് എൻ്റെ എഡിറ്ററായ മിസ്റ്റർ ഫിലിപ്പിനോടുള്ള നന്ദിയും സ്നേഹം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ഈ പ്രസംഗങ്ങളൊക്കെയും കേൾക്കുവാനും ദൈവത്തെ ആരാധിപ്പാനും വന്നുകൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഈ UCF-ന്റെ നാമത്തിലും പ്രത്യേകമായി ബാസൽ ഏരിയയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഇങ്ങനെ ഒരു ഏരിയ പ്രയർ ഇങ്ങനെ ഒരു കൺവെൻഷൻ രൂപീകരിക്കുവാനായിട്ട് ബ്രദർ ഷാജിയെ പ്രത്യേകമായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഈ വർഷം എങ്കിലും ഇവിടെ ഇങ്ങനെ നടത്തുവാനായിട്ട് സാധിച്ചല്ലോ. അതിന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ബാസൽ ഏരിയയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് സൗണ്ട് തന്ന മിസ്റ്റർ സജി വളരെ ദൂരെ നിന്നാണ് വന്നത്. ബെറി എന്ന സ്ഥലത്ത് നിന്നാണ് ഇവിടെ വന്നത്. ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് മൈക്ക് സെറ്റൊക്കെയും തന്ന് നമ്മുടെ ഈ യോഗത്തിന് അനുഗ്രഹമാക്കി തന്നതിന് സജിയോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കൂടെ ഒരു പ്രാവശ്യം നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിച്ചുകൊള്ളുന്നു. ചില നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മീറ്റിംഗ് പ്രാർത്ഥനയോടെ തീരാൻ പോവുകയാണ്. പ്രത്യേകമായിട്ടും ഈ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമായി നടക്കുവാൻ കാരണക്കാരായ 2 കുടുംബങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നത് ബാസലിലെ
യോശുവയും കാലേബും എന്നാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൈത്താങ്ങൽ കൊടുക്കുവാൻ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ ചുമൽ കൊടുക്കുന്ന രണ്ട് സഹോദരങ്ങൾ, പ്രിയ ബാബുച്ചാനും സായിച്ചാനും. അവരുടെ ശക്തമായ നേതൃത്വവും അവരുടെ ശക്തമായ പ്രവർത്തനവും ഒക്കെയാണ് ഇത്രത്തോളം ആൾക്കാർ വന്നത്. അവരുടെ വ്യക്തിബന്ധങ്ങളാണ് ഇത്രയും ആൾക്കാർ ഇവിടെ വരുവാനായിട്ട് കാരണമായി തീർന്നത്. അതുകൊണ്ട് പ്രത്യേകമായി അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 ദിവസത്തിന് മുമ്പ് ബാബുച്ചാൻ എന്നെ ഒരു ഉച്ചയായപ്പം വിളിച്ചിട്ട് പറഞ്ഞു, ഷാജി എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഇനിയും കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അങ്ങനെ ഉറക്കമില്ലാത്ത ദിവസങ്ങളുമായി ഈ ഒരു വലിയ ശുശ്രൂഷ ചിന്തയിൽ കൊണ്ടു നടന്ന് ഇത്രത്തോളം പ്രവർത്തന വിജയമാക്കി കൊടുത്തത് അവരുടെ പ്രാർത്ഥനയാണ്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അവരുടെ ശുശ്രൂഷയെ ആദരിക്കട്ടെ. കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു കൺവെൻഷൻ ഇവിടെ നടക്കേണ്ടതാണ്, എന്നാൽ നടന്നില്ല. അന്നു മുതൽ വളരെ ഭാരമുണ്ടായിരുന്നു എനിക്കും. എന്നാൽ ഈ വർഷം ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂട്ടായ്മ ക്രമീകരിക്കുവാനായിട്ട് സാധിച്ചല്ലോ. ചില അനൗൺസ്മെന്റിലൂടെ പറഞ്ഞുകൊള്ളട്ടെ. നാളെ യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഈ വർഷത്തെ ആനുവൽ കൺവെൻഷന്റെ അവസാന മീറ്റിംഗ് യോഗം നടക്കുകയാണ്. അത് വാട്ട്ഫോർഡിൽ വെച്ചാണ്. വാട്ട്ഫോർഡിൽ നാളെ 2 മീറ്റിംഗ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്ന് കൃത്യം 5 മണിക്ക് ആരംഭിക്കുന്നത് യൂത്ത്സിന്റെ മീറ്റിംഗ് ആണ്. ഫെയ്ത്ത് ആൻഡ് സയൻസ്. നമുക്കറിയാം, ഡോക്ടർ ജോർജ് സാമുവൽ സാറ് ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റ് ആയിരുന്നു. തിരുവചനത്തെ സയൻസിനോടുകൂടെ ബന്ധപ്പെടുത്തി ചിത്രീകരിക്കുവാനും സയൻസ് വചന സത്യങ്ങൾക്കെതിരാണോ എന്നുള്ള ചോദ്യത്തിന് മറുപടി, തിരുവചനത്തെ വിഭാഗിക്കുവാൻ വളരെ ശക്തമായ ഭാഷയിൽ വിഭാഗിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ യൂത്ത്സിന് പ്രയോജനകരമായ രീതിയിൽ ഏത് സംശയങ്ങൾക്കും, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട്, ദൈവകൃപയിൽ നിന്നുകൊണ്ട് മറുപടി പറയുവാനായിട്ട് സാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് കൃത്യം 5 മണിക്ക് യൂത്ത്സിന്റെ മീറ്റിംഗ് വാട്ട്ഫോർഡിൽ വെച്ച് തുടങ്ങും. അതിനുശേഷം 6:30 കൊയർ പാട്ട് തുടങ്ങും. എന്നാൽ 2 സ്ഥലത്ത് വെച്ചായിരിക്കും. ഒരേ ഹോളാണെങ്കിലും ഒരേ സ്ഥലമാണെങ്കിലും 2 ഹോളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയുള്ള മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റുമെങ്കിൽ നാളത്തെ ആ മീറ്റിംഗിൽ വിടുവാനായിട്ട് ശ്രമിക്കണം. നിങ്ങളും വന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് ശ്രമിക്കണമല്ലോ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശക്തമായ ഒരു അടിത്തറ, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ ദൈവവചനത്തിൽ കൂടെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിനുവേണ്ടി ഒരുങ്ങണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. നവജീവോദയം സെന്റർ ഒരു ബൈബിൾ കോളേജ് നടത്തുന്നുണ്ട്. ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യക്ക് വെളിയിലുമായി ഇന്ന് അനേക സംസ്ഥാനങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തു വരുന്നു. വളരെ ശക്തമായ ഒരു അടിത്തറ കൊടുത്താണ് അവരെ വിടുന്നത്. അതിനെ പറ്റി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അടങ്ങിയ ഒരു ലീഫ്ലെറ്റ് നിങ്ങളുടെ ഇവിടെ മേശപ്പുറത്തുണ്ടാകും. ഇത് കൊണ്ടുപോകണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവാത്മാവ് ഈ പ്രസ്ഥാനത്തെ സഹായിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ തുടർന്നും പ്രാർത്ഥിച്ച് ഇതിൽ എഴുതിയിരിക്കുന്ന അഡ്രസ് പ്രകാരം ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും എന്നതിന് യാതൊരു സംശയമില്ല. UCF യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ലക്ഷ്യം ക്രിസ്തുവിൽ എല്ലാവരെയും തികഞ്ഞവരാക്കി തീർക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അതിനുവേണ്ടി പ്രാർത്ഥന, ബൈബിൾ കോൺഫറൻസ്, കോട്ടേജ് മീറ്റിംഗ്, ബൈബിൾ സ്റ്റഡീസ്, ഹോൾ നൈറ്റ് പ്രയർ, ഫാസ്റ്റിംഗ് പ്രയർ, ഇങ്ങനെ പല രീതിയിൽ ഞങ്ങളത് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും അതിനകത്ത് പങ്കാളികളാകുക. ഇതൊരു സഭയുടേതല്ല. എല്ലാ സഭയിലെയും ദൈവമക്കൾ ഒന്നിച്ച് കരങ്ങൾ കോർത്തു പിടിച്ച് നാം ക്രിസ്തുവിൽ ഒന്ന്, നമ്മൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കൊടിക്കീഴിൽ നിൽക്കുന്ന ഒരുപറ്റം വിശ്വാസികളാണ്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇതിനെ ഓർക്കണമെന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥനയോടെ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ച് ആശീർവാദം പറയുവാനായിട്ട് പാസ്റ്റർ ജെയിംസ് കോശിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ നമ്മൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ പരമപിതാവേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമാകുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാകും ഞങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ കൂടുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തദാസൻ ജോർജ് സാമുവലിനെ ഈ കരയിലേക്ക് നീ കൊണ്ടുവന്നതിനാൽ നന്ദി. താന് സയൻസിന്റെ വിവിധ മണ്ഡലങ്ങൾ അഗ്രഹീനനായിരുന്നിട്ടും
തന്റെ ജീവിതത്തിലെ സഫറിങ്സിൽ ഒന്നും പതറിപ്പോകാതെ ദൈവവചനത്തോട് ചേർത്ത് തന്റെ ജീവിതത്തെ കെട്ടിപ്പടുത്തുവാൻ ദൈവം തനിക്ക് കൊടുത്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഇയ്യോബിനെ കുറിച്ച് ഞങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചു കേൾക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഈ തലമുറയിൽ ഒരു ഇയ്യോബായി ഞങ്ങൾക്ക് മാതൃകയായി സഫറിങ്ങിൽ ഉടഞ്ഞു പോകാതെ, കഷ്ടതയിൽ തകർന്നു പോകാതെ, രോഗത്തിൽ നിന്ന് വിടുതലുണ്ട് എന്നും രോഗത്തിലും ഒരു വിടുതലുണ്ട് എന്നും ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനാൽ നന്ദി. പലപ്പോഴും ഞങ്ങൾ അസഹിഷ്ണുതയുള്ളവരാണ് കർത്താവേ, ഞങ്ങൾക്ക് അസ്വസ്ഥതകൾ ഏറെയാണ്. പലപ്പോഴും ഞങ്ങളുടെ മോഹങ്ങൾ അധികമായതിനാൽ ഞങ്ങൾ ദുർമോഹങ്ങളിൽപ്പെട്ട് ഉഴന്നു പോകാറുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളെ പല കാര്യങ്ങൾ ഈ സന്ധ്യയിൽ പഠിപ്പിച്ചതോർത്ത് നന്ദി. ആഗ്രഹങ്ങൾ ദൈവവചനപ്രകാരം ഞങ്ങൾക്ക് ഒന്ന് ക്രമീകരിപ്പാൻ സഹായിക്കുമാറാകണമേ. ഒത്തിരി കാര്യം ചെയ്ത് അസ്വസ്ഥരായി ജീവിച്ചു മരിക്കാതെ ദൈവം ഞങ്ങളെ ചെയ്യുവാൻ ഏൽപ്പിച്ചത് മാത്രം ചെയ്ത് സന്തോഷമുള്ളവരായി സമാധാനമുള്ളവരായി ദൈവപ്രിയരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയുടെ വിലയേറിയ ദർശനം തരണമേ. അങ്ങയെ കാണുവാൻ, ഞങ്ങളെ കാണുവാൻ, യാഗപീഠത്തെ കാണുവാൻ, ഞങ്ങൾക്ക് ലോകത്തുള്ളവരെ കാണുവാൻ, ഞങ്ങളുടെ ദൗത്യം മനസ്സിലാക്കുവാൻ, അതിനുവേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരന്മാർക്കായും സഹോദരിമാർക്കായും എല്ലാ അങ്കിൾമാർക്കായും ആൻറ്റിമാർക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിടെ ഹൃദയങ്ങളോട് സംസാരിച്ചല്ലോ. അവിത്ത പിശാച് എടുത്ത് കളയും മുമ്പ്, മുള്ള് വന്ന് അതിനെ ഞെരിക്കും മുമ്പ്, പറവകൾ വന്നതിനെ കൊത്തിക്കളയും മുമ്പ്, പാറപ്പുറത്ത് വീണ വിത്തുപോലെ ആകും മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുന്നതിനാൽ, അത് കിളിർപ്പിക്കുകയും മുളപ്പിക്കുകയും ചെയ്യുന്നതിനാൽ 30, 60, 100 ഇനി ഫലം കായ്പാൻ ഇടവരുത്തുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. തന്റെ ഭാര്യ, തന്റെ കുഞ്ഞുങ്ങൾ, 3 കുഞ്ഞുങ്ങളുടെ മരണം കണ്ടിട്ടും പതറാതെ ഉറച്ചു നിൽക്കുന്ന അങ്ങയുടെ വിലയേറിയ അഭിഷിക്തദാസനെ വീണ്ടും കർത്താവ് ദീർഘായുസ് കൊടുത്ത് അനേക ആയിരങ്ങൾക്ക് പ്രയോജനമാക്കി തീർക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദാസന്റെ അതേ ദർശനത്തോടുള്ള ബന്ധം, തങ്ങളുടെ പിതാവിന്റെ ദർശനത്തോടുള്ള ബന്ധമുള്ള നവജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും വടക്കേ ഇന്ത്യൻ സഭകളെയും അത് എല്ലാ ശുശ്രൂഷകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആ നവജീവിതത്തിന്റെ ക്യാമ്പുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പ്രൊജക്റ്റിനും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ഈ സമയത്ത് ഞങ്ങൾ യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിനായി പ്രാർത്ഥിക്കുകയാണ്. ഈ കൂട്ടായ്മ നിശ്ചയമായിട്ട് കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങനെ ശുശ്രൂഷകനായിരിക്കുന്ന ഷാജിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അഭിഷിക്തരെ സഹായിക്കുമാറാകണമേ. സ്വസ്ഥമായി ജീവിപ്പാനായിട്ട് തനിക്ക് എല്ലാം ഉള്ളപ്പോൾ കർത്താവിന് വേണ്ടി താൻ അസ്വസ്ഥ അനുഭവിക്കുന്ന കർത്താവ് അറിയണമേ. ഈ UK വിവിധ സ്ഥലങ്ങൾ തുടങ്ങിയ എല്ലാ കൂട്ടായ്മകളും വർദ്ധിച്ച് പെരുകുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ബാസ്റ്റലിൽ ഈ കൂട്ടായ്മയുള്ള ബന്ധത്തിൽ അധികം ചുമൽ കൊടുത്ത അങ്ങനെ അഭിഷിക്ത കുടുംബങ്ങൾക്കായി, ദാസന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ച് മാനിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. നാളെയും നടക്കുന്ന കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരുടെ നാമത്തെ ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഞങ്ങൾ കാണുവാൻ ഇടവന്നാൽ, അല്ല കർത്താവിന്റെ വരവ് താമസിച്ചാൽ, ഞങ്ങൾ കാണുമ്പോൾ അനുഗ്രഹത്തിൽ കാണുവാൻ, സ്വസ്ഥതയിൽ കാണുവാൻ, സമാധാനത്തിൽ കാണുവാൻ, അതേ ആശ്വാസത്തിൽ കാണാൻ ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരെയും പിശാച് വലച്ചുകൊണ്ട് പോകരുതേ കർത്താവേ. മരണത്തെ അതേ കാൽവരി ക്രൂശിൽ അങ്ങ് കൊന്നുവെന്ന് പറഞ്ഞതിനായി സ്തോത്രം. പാപത്തെയും ശാപത്തെയും പിശാചിനെയും ഒക്കെ അങ്ങ് തോൽപ്പിച്ചങ്ങ് ജയം നൽകിയതിനാൽ സ്തോത്രം. പൂർണ്ണമായും ആഘോഷിച്ച് ജീവിപ്പാൻ സഹായിക്കുമാറാകണമേ. ഞങ്ങൾ ഒരുമിച്ച് താഴ്ത്തുന്നു, ഞങ്ങളെ സമർപ്പിക്കുന്നു. തിരുവുള്ളത്തിന്റെ പ്രസാദത്തിനായി, അത് ഞങ്ങളുടെ തേജസ്സിന്റെ അതേ പുകഴ്ചയ്ക്കായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ ദിവ്യ കൃപ, പിതാവാം ദൈവത്തിന്റെ ദിവ്യ സ്നേഹം നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധ റൂഹായുടെ ദിവ്യ സംസർഗം, കാവൽ, പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരോടും കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രി തന്റെ ആത്മാവിനാൽ നമ്മെ നിറച്ച് ഇത്രത്തോളം അനുഗ്രഹമായി നിറവിന്റെ അനുഗ്രഹത്തിൽ പോകുവാൻ നമ്മെ നിറച്ചിരിക്കുന്ന ദൈവത്തിന് നമ്മുടെ കരങ്ങളെ ഉയർത്തി 3 ഹല്ലേലൂയ പറയാം. ആമേൻ. കർത്താവായ യേശുവേ ആമേൻ. കൂടി വന്ന എല്ലാവർക്കും ഒരു കപ്പ് കോഫി തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൂടെ കുടിച്ചിട്ട് പോകാമെന്ന് ഓർമ്മിപ്പിക്കുന്നു.